ഇപ്പം മൃദുലേക്ക് ഇപ്പൊ ഈ അവിടുത്തെ കൾച്ചറും ട്രഡീഷനും ഇപ്പൊ ഓണത്തിനെ കുറിച്ച് ഇത്രയും നന്നായിട്ട് പറഞ്ഞു. ഈ ഒരു സാധനം നെക്സ്റ്റ് ജനറേഷനായി, ഓക്കെ, മൃദുലയുടെ കുഞ്ഞായി, ആ മോളിലേക്ക് ഇനി ഇത് പകർന്നു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അത് എനിക്കും വളരെ നിർബന്ധമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡും. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളെ കൊണ്ടാവുന്ന നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ആഘോഷിച്ചിരുന്നത്. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് തൊടിയിൽ തന്നെ കുറെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലല്ലോ. ഇപ്പൊ തോട്ടത്തിലൊക്കെ വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ. അതന്നെ പഴയ രീതിയിലുള്ള പൂക്കളൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. തുമ്പപ്പൂ അങ്ങനത്തെ പൂക്കളൊക്കെ വളരെ റെയർ ആയിട്ട് നമ്മുടെ ഇപ്പൊ ഫ്ലാറ്റിലും ആണ്. അപ്പൊ ആ ലിമിറ്റഡ് സ്പേസിൽ ഉള്ള പൂക്കളൊക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തൊടിയിൽ നിന്ന് പറിച്ച് ആയിരുന്നു ഞങ്ങളൊക്കെ പൂക്കൾ. സന്തോഷമുണ്ട്, ഭയങ്കര എണീറ്റ് പോകുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര എന്തോ വലിയ ട്രിപ്പ് പോകുന്ന പോലെ കസിൻസിന്റെ കൂടെ. ഇപ്പൊ പറയുമ്പോ ഒന്നുമില്ല, ഒരു ചെമ്പരത്തി അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇലകള് കുറെ തരം ഇലകള് പറിച്ചിട്ട് ഇങ്ങനെ ഇടും അല്ലെ. അല്ല ഇത് സംഭവം ഒന്നുമില്ല, എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾ ആ ചെയ്യുന്നതിന്റെ ഒരു രസമുണ്ട്, എല്ലാരും കൂടെ ചെയ്യാൻ. ചിലപ്പോ പൂക്കളൊക്കെ പൊട്ടായിരിക്കും, എന്നാലും പക്ഷെ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ശരിക്കും നമ്മൾ വലിയ എന്തോ കാര്യം ചെയ്ത പോലെയാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ആണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് അല്ലെ. നമ്മൾ ഇന്ന് ഇത് പറയുമ്പോ നമ്മൾ എന്ത് ആസ്വദിച്ചിട്ടാണ് അത് പറയുന്നത്. നമ്മളുടെ ഇപ്പം മൃദുല തന്നെ പറഞ്ഞത് തൊടിയിന്ന് പോയി പറിച്ചോണ്ട് വന്നാ ശരിയാ, നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ തന്നെയാ നമ്മൾ പറിച്ചിടുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഫ്ലാറ്റ് ജീവിതം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ അതെല്ലാം മിസ്സാവുന്നില്ല. ഒരുപാട് മിസ്. ഓണം വരുമ്പോ ഊഞ്ഞാല് ഇടുക, ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ആ ഒരു പറഞ്ഞു കൊടുക്കുമ്പോ നല്ല രസമല്ലേ അവരും. അതെ, ഇപ്പൊ ഊഞ്ഞാലിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പണ്ടൊക്കെ ഈ മരത്തിൽ തന്നെ കെട്ടിയിട്ടുള്ള ഭയങ്കര പലകയൊക്കെ വെച്ചിട്ടുള്ള, മരത്തിന്റെ പലകയൊക്കെ വെച്ചിട്ടുള്ള ഊഞ്ഞാലാണല്ലോ. അപ്പം അത്രയില്ലെങ്കിലും പക്ഷെ ഊഞ്ഞാൽ ആടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എൻ്റെ വീട്ടില് നാട്ടില് ഒരു ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. അത് പക്ഷെ ഈ ഇരുമ്പിന്റെ സ്റ്റീലിന്റെ ഇതാണ്. അപ്പം ജസ്റ്റ് ഞങ്ങൾ നാട്ടിൽ വരുമ്പോ പാർക്കിലിരിക്കുന്ന മാതിരി, പക്ഷെ അതിങ്ങനെ ആട്ടാൻ പറ്റും അങ്ങനത്തെ ഒരു. അപ്പൊ എല്ലാരും വന്നാൽ അവിടെ ആടാറുണ്ട്. പ്രത്യേകിച്ച് ഓണത്തിന് ഊഞ്ഞാലാടാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഊഞ്ഞാല് ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും വീട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും തിരുവോണത്തിനെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് വീട്ടില് സദ്യ ഉണ്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കഴിയുന്നതും തിരുവോണത്തിന് പ്രോഗ്രാംസ് എടുക്കില്ല. അപ്പം വീട്ടില് പക്ഷെ ഈ ഉത്രാടത്തിനൊക്കെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പേരൻസ് എന്താ വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും വരും, ഫ്ലാറ്റിലേക്ക് വരും ഒരുപാട് തിരക്കുള്ള സമയമാണെങ്കിൽ. അപ്പൊ ഫ്ലാറ്റിൽ വന്നിട്ട് അപ്പൊ എല്ലാരും അവിടെ ആയിരിക്കും ഓണം. അതെല്ലാരും കൂടെ കൂടണം. നമ്മുടെ സ്കൂളിൽ പോയി കഴിയുമ്പോ നമ്മൾ സ്കൂൾ അടച്ചു കഴിയുമ്പോ നാട്ടിൽ പോവുക എന്നൊരു ചടങ്ങില്ല, അവധി വരുമ്പോ അല്ലെ. അങ്ങനെയൊക്കെ നമ്മള് നമ്മുടെ അമ്മയുടെ വീട്ടിലൊക്കെ പോയി അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. അതൊക്കെ ശരിക്കും പിള്ളേർ എൻജോയ് ചെയ്യണം എന്നാ ഞാൻ പറയുന്നത്. അല്ലാതെ വെളിയിൽ പോയി ഒരു സദ്യ വാങ്ങിച്ച് കഴിച്ചാൽ മതി, തീർന്നു പോകണം, അതിലൊന്നും ബിഗ് സീറോന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ എൻജോയ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്കും പാസ് ചെയ്യാം അല്ലേ. അപ്പം അത് അടുത്ത മൃദുല ഇനി കുഞ്ഞിലേക്ക് പാസ് ചെയ്തോണ്ട്. പക്ഷെ എനിക്ക് അച്ഛനും അമ്മേനെയുമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയാ ഇത് പറയാനുള്ളത്. അത്രയും കാര്യമായിട്ട് അച്ഛനും അമ്മയും ഓണം ആഘോഷിച്ചു. പിന്നെ അതെ, അവര് ഞാൻ എപ്പോഴും അത് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പം എന്ത് വയ്യായുണ്ടെങ്കിൽ പോലും അമ്മ അത് രാവിലെ എണീറ്റ് അമ്മ ചെയ്തിരിക്കും. അതുകൊണ്ട് അത് സത്യമാണ്. അച്ഛന് ആ ഒരു ചിട്ടയോട് കൂടെ ആഘോഷിക്കണം എന്നാണ് ഏത് ആഘോഷങ്ങളാണെങ്കിലും. അപ്പൊ അമ്മ അതിനു വേണ്ടി അമ്മ സാക്രിഫൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യും. അച്ഛന് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേ.